ശീശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെയായി. ഇതോടെ ആ സുന്ദരനെ കൊണ്ടുള്ള ശല്യം തീർന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വന്ന് പറഞ്ഞൂടെ? അതിന് കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കണോ? അതിനാരാ കള്ളു കുടിച്ചത്? കള്ളു കുടിച്ചത് പോലെ അഭിനയിച്ചതല്ലേ. അമ്മുവിന്റെ അച്ഛന്റെയും ചെറിയച്ഛന്റെയും മുഖത്തു നോക്കി രണ്ട് വർത്താനം പറയാൻ ഞാൻ ഇതേ ഒരു മാർഗം കണ്ടുള്ളൂ. അമ്മു എന്താ ഈ നേരത്ത്? ദാ ഇത് തരാമെന്നതാ. വീട്ടിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയായിരുന്നില്ലേ? പറയാതെ എങ്ങനെ കാര്യങ്ങൾ അറിയുന്നേ? അയ്യോ ഇതൊന്നും വേണ്ട. ഒന്നും പറയണ്ട. ഇത് വേഗം വീട്ടിലേക്ക് അയച്ചോട്. പ്രേമേന്ദ്ര, ഇത് സംഗതി മറ്റതാണ്. മറ്റതോ? പ്രേമം. അയ്യോ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മഹാ പിശിക്കുക. ചാവാൻ പോവാന്ന് പറഞ്ഞാൽ 10 പൈസ കൊടുക്കില്ല. ആ അവള് നിനക്ക് ഇത്രയും പൈസ തരണമെങ്കിൽ ഇതിലെന്തോ ഉണ്ട്. അന്ന് അവള് നിനക്ക് ചോറ് വിളമ്പി തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ കാശറിഞ്ഞപ്പോ എനിക്കത് ഉറപ്പായി. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോണ്ട് വരുന്നത്? നീ രക്ഷപ്പെട്ടെന്ന്. എങ്ങനെ? ചേട്ടമ്പാവയുടെ മോൾക്ക് നിന്നെ ഇഷ്ടായ നീ മഹാരാജാവായിന്നാ. എടാ, മുട്ടന്റെ അടുത്ത് മുട്ടണ്ട പോലെ മുട്ടിയാ പിന്നെ ഒന്നിനും മുട്ട് വരത്തില്ല. അങ്ങനെ മുട്ടിയാ മുട്ടുകാല് തല്ലി ഓടിക്കുന്നല്ലേ അവര് പറഞ്ഞിരിക്കുന്നത്. അല്പം ബുദ്ധിമുട്ടണം. മുട്ടണു. ഞാൻ പ്രേമേന്ദ്രനോട് ക്ഷമ ചോദിക്കാൻ വന്നതാ. വലിയ തറവാട്ടിലെയാണെന്നും ബികോം വരെ പഠിച്ചതാണെന്നും ഒക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത് പ്രേമേന്ദ്രന് കുറച്ചുകൂടി നല്ല ജോലി കിട്ടാൻ വേണ്ടിട്ടാ. അതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി. അതൊന്നും സാരമില്ല. ഇത് വെച്ചോളൂ. വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞേക്ക്. പ്രേമേന്ദ്ര, ആദ്യം മാളുവിനെ കറക്കിയെടുത്തു. ഇപ്പോഴിതാ അമ്മുവിനെയും വലവീശിരിക്കുക. ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കണം. ബാല, എനിക്കതിന് നിന്റെ സഹായം വേണം. നിനക്കാവുമ്പോ ഈ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. അതാണല്ലോ നിന്നെ പോലുള്ള തിണ്ണ പാർട്ടികൾ എന്നെ തേടി വരുന്നത്. ബാല, ഒന്ന് നില്ല്. എന്ത് ചെലവുണ്ടെങ്കിലും ഞാൻ ചെയ്യാം. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. അവനെ ഇവിടെ നിന്ന് ഓടിക്കണം അല്ലേ? അതെ. അവൻ മാളുവിനെ പ്രേമിക്കുന്നുണ്ടെന്ന് ചേട്ടൻ ബാവയെ അനിയൻ ബാവയെ അറിഞ്ഞാൽ ആ നിമിഷം അവരവന്റെ കൈ വെട്ടിയെടുക്കും. അമ്മുവിനെ കൂടി സ്നേഹിക്കുന്നു എന്നറിഞ്ഞാലോ കാലും കൂടി വെട്ടിയെടുക്കും. കൈയും കാലും ഇല്ലാത്തവൻ എങ്ങനെ ഓടിക്കും? ഓടണ്ട, അവൻ എഴയണം. എന്തായാലും കയ്യും കാലും ഇല്ലാത്തവരത്തിന് പിന്നൊരു പെണ്ണും പ്രേമിക്കില്ലല്ലോ. എങ്കിൽ നമുക്കിതെല്ലാ തെളിവോടും കൂടി ബാബമാരെ അറിയിക്കാം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. വരൂ. ഇതെന്റെ അമ്മയുടെ മുറിയാ. അമ്മ മരിച്ചേ പിന്നെ ഞാനും അച്ഛനും അല്ലാതെ മറ്റാരും ഇതിനകത്ത് കയറാറില്ല. ഇപ്പൊ ആദ്യായിട്ടാ. ഇതാണ് എന്റെ അമ്മ. ഞാൻ എനിക്ക് വേണ്ടി കണ്ടുവച്ച ആളെ അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അല്ല, ഞാൻ ഇനി മനസ്സിലായില്ലെന്ന് ഭാവിക്കരുത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. അല്ല, ഇത് എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. അല്ല, ഞാനൊരു ഇടം വരെ പോയിരുന്നു. എന്താ? ഈ പ്രേമലേഖനം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ വല്ലാത്ത ചമ്മലാണല്ലേ? അയ്യോ അല്ല, ഞാനത് എനിക്ക് കോളേജിൽ ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടാറുണ്ട്. അതൊന്നും ഞാൻ കണക്കിലെടുക്കാറേ ഇല്ല. അതെ, ഞാനും അതെ. ഇതൊന്നും അത്ര കണക്കിലെടുക്കേണ്ട കാര്യമല്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് എഴുതിയതാ. എന്താ? അതൊക്കെ ഇത് വായിക്കുമ്പോ മനസ്സിലാവും. അതെന്താ? അതും ഇതേപോലെ ആത്മാർത്ഥമായിട്ട് എഴുതിയത് തന്നെ. എന്ന് വെച്ചാ മറുപടി മറുപടിയോ? അതിനത് വായിച്ചു നോക്കിയില്ലല്ലോ.
വായിച്ചില്ല, എന്നാലും നേരത്തെ മറുപടി ഞാൻ എഴുതി വെച്ചു. എന്നാലതിന് തന്നേക്ക്. ഇതിലേതാണ് ആത്മാർത്ഥാന്ന് അറിഞ്ഞിട്ടേ ഞാൻ തരൂ. മാള് പോ. ഏ മാളു പൊയ്ക്കോ. എന്റെ പ്രേമേട്ടന്, എന്റെ പ്രിയപ്പെട്ട പ്രേമേട്ടന്. എന്റെ ഈശ്വര, ഓ, ഇതൊന്നും അത്ര കാര്യാക്കാനില്ലടാ. കാണാൻ കൊള്ളാവുന്ന ഡ്രൈവറെ കാണുമ്പോ സാധാരണ പെമ്പിള്ളേർക്ക് തോന്നാറുള്ള ഇതൊക്കെ. അവർക്ക് കളിക്കാൻ ഒരു പാവയാണ് ആവശ്യം. നീ അതുപോലെ അങ്ങ് നിന്നു കൊടുത്താ മതി. അതിനെ വേറെ ആളെ നോക്കിയാ മതി, എന്നെ കിട്ടില്ല. എടാ, കുരച്ചോണ്ട് വരുന്ന പട്ടിയെ കണ്ട ഓടരുത്, അത് ഓടിച്ചിട്ട് കടിക്കും. അതുപോലെ ആ പെണ്ണും സ്നേഹിച്ചോണ്ട് വരുമ്പോ തിരിഞ്ഞു നിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ അവര് പല കുഴപ്പങ്ങളും ഉണ്ടാക്കും. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി തന്തയോടും തള്ളോടും പറഞ്ഞു കൊടുത്തെന്ന് വരും. അതോടെ നിന്റെ ഗതി അധോഗതിയാവും. ഇപ്പൊ അമ്മുമാളും നിന്റെ കയ്യിലാ. അവരോടൊന്നും മയത്തിൽ നിന്ന നിനക്ക് ബാബാ പ്രദേശത്തിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ മാനേജർ വരെ ആവാൻ സാധിക്കും. അത് മറക്കണ്ട. നാ, നന്നായിട്ട് വായിച്ചു പഠിക്കേ. ചെറുക്കൻ അടുത്ത ആഴ്ച ബോംബെന്ന് വരും. വിമാനത്തില്. വിമാനമൊന്നും അങ്ങോട്ട് തറപ്പിച്ചു പറയാൻ അവന്റെ സ്വന്തം വിമാനമൊന്നും അല്ലല്ല, കൂലി കൊടുത്തല്ലേ വരണത്. വേണ്ടി വന്നാ സ്വന്തം വിമാനം മേടിക്കാനുള്ള കഴിവുണ്ട്. ചെറുക്കന് ബോംബെയില് വലിയ ബിസിനസ് അല്ലേ. അവന്റെ നിലയും വിലയും വെച്ച് നോക്കിയാ ഇപ്പൊ ചോദിക്കുന്ന ഈ 10 ലക്ഷം വളരെ കുറവാ. പിന്നെ പെണ്ണിന്റെ ജാതകത്തിലെ കുഴപ്പം അത്ര കാര്യാക്കിയിട്ടില്ല. ഏതായാലും ചെറുക്കനും പെണ്ണും തമ്മിൽ കാണത്ത്. ചെറുക്കൻ പെണ്ണിനെ കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ വെച്ച്. കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ എന്നോട് ആലോചിക്കാൻ പറഞ്ഞത്. അമ്മൂനും അവനെ ഇഷ്ടപ്പെടും. മിടുക്കനല്ലേ. അവരിക്കടെ കുടുംബ പേരെന്താണെന്നാണ് പറഞ്ഞത്? നാരകത്തറ. അവരിപ്പം വലിയ പണക്കാരല്ലേ. ഞങ്ങ ഒന്ന് തിരക്കട്ടെ. അറിഞ്ഞിടത്തോളം അവര് നല്ല കൂട്ടരാ. മോക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? എനിക്കിത് വേണ്ടച്ചാ. എന്താ ഇതിനൊരു കുറവ്? എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറയാൻ നീ അവനെ കണ്ടില്ലല്ല. എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞില്ല അച്ഛാ. ഇതെന്ത് പണ്ടാരാണ്? ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നുവിടുന്ന പാട്. എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം ഇവിടെ വെച്ചല്ല, കൊട്ടാരം വീട്ടിൽ വെച്ചാണ്. അതിന്റെ മുറ്റത്തൊരു പന്തല് കെട്ടി ഒരേ ദിവസം 2 കല്യാണം. ഒന്ന് അവക്കടെ, ഒന്ന് ഇവക്കടെ. അവക്കടെ കല്യാണം ഏതാണ്ട് ഉറച്ച മട്ടാണ്. ഇനി എവക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. എന്താണ് നിന്റെ അഭിപ്രായം? ഓ, എന്റെ അഭിപ്രായം പറയാത്ത താമസമല്ലേ ഉള്ള അങ്ങോട്ട് എടുക്കാൻ. അല്ലേലും എടുക്കാനൊന്നുമല്ല, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. നീ പറ. നിങ്ങൾ തന്നെ എല്ലാം അങ്ങ് തീരുമാനിച്ചു. അല്ലെങ്കിൽ എനിക്കിവിടെ എന്താ സ്ഥാനം? ഓ, അഭിപ്രായം ചോദിക്കുന്നു. അവ പോണെങ്കി പോട്ട്. മോള് മോടെ അഭിപ്രായം പറ. മോക്കാരെ വേണം? ഡാക്ടർ വേണ, എഞ്ചിനീയർ വേണ, അതാ കലക്ടർ വേണ? മോടെ ഇഷ്ടം അങ്ങോട്ട് പറ. എന്റെ ഇഷ്ടം ഞാൻ പറയട്ടെ? മോള് പറ, അതിനല്ലേ അച്ഛൻ ചോദിച്ചേ. പറഞ്ഞാ അച്ഛനും ഒച്ചയും ബഹളം ഉണ്ടാക്കുവോ? ഹാ, ഇഷ്ടം പറഞ്ഞ എന്തിനാണ് ബഹളം ഉണ്ടാക്കണത്? നീ പറയടി. എനിക്ക് അധികം പണവും പദവിയുള്ള ആളൊന്നും വേണ്ട. ഇത്തിരി വിദ്യാഭ്യാസം വേണം. കാണാനും കുറച്ച് ഭംഗി ഉണ്ടായിരിക്കണം. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ഡ്രൈവർ ആകേണ്ടി വന്ന ആളായാലും സാരമില്ല. നീ എന്താണ് കടങ്കഥ പറയണ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലായില്ലേ? അങ്ങനെ ഒരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഈ വീട്ടില് ആര്? പ്രേമചന്ദ്രനാ? അതെ.